സൗജന്യ പ്രഖ്യാപനങ്ങൾ കൊടുത്തല്ലാതെ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ജനം അത്ര പൊട്ടന്മാരല്ല. കേരള ജനതയെ ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെയാണ് പിണറായി സർക്കാർ നൽകിയിട്ടുള്ളത്. 1000 രൂപ 2021 പ്രഖ്യാപിച്ച് കിട്ടിയവർക്ക് ഇനിയും കിട്ടുമോ? കിട്ടിയവരുണ്ടെങ്കിൽ വീട്ടമ്മയ്ക്ക് പെൻഷൻ കിട്ടിയത് കൃത്യമായി മാസപ്പടിയായി കിട്ടിയത് വീണ വിജയന് മാത്രമാണ്. ആ ഒരു പൊട്ടക്കുഴിയിലേക്ക് ഇനിയും കേരളത്തിന്റെ ജനം പോയി വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആർക്കും വേണ്ടാത്ത പത്രം, ആ പത്രത്തിന്റെ വില ഉയർന്നു പിണറായി വിജയന്റെ കാലത്ത്. പിണറായി വിജയൻ ചിരിക്കുന്ന ഫോട്ടോ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. പൈസ കിട്ടിയാൽ വാർത്താ ചാനലുകൾ വാർത്ത ചെയ്യും, പക്ഷേ പൈസ കിട്ടിയാൽ ജനം വോട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് പിണറായി വിജയന്റെ പുതിയ വാഗ്ദാനങ്ങളെ കുറിച്ചാണ്. പുതിയ വാഗ്ദാനങ്ങൾ എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപ് അല്ലെങ്കിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യമായിരുന്നു 2500 രൂപ ക്ഷേമ പെൻഷൻ നൽകാമെന്ന്. പക്ഷെ പുതിയ വാഗ്ദാനം എന്ന് പറയുന്നത് 2000 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് 1000 രൂപ കൂട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേരള ജനതയെ ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെയാണ് പിണറായി സർക്കാർ നൽകിയിട്ടുള്ളത്. ഈ 9-9.5 കൊല്ലത്തോളം ഭരിച്ചിരുന്ന സമയത്ത് കേരളത്തെ കാണാതിരുന്ന മുഖ്യമന്ത്രി ഈ ഒരു അവസാന നിമിഷം ഇനി 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഈ ഒരു സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് ജനങ്ങൾക്ക്? അല്ല, ഒന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഫ്രീ ബീസുകൾ കൊടുക്കുന്നതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് CPM ആണ് എല്ലാ കാലത്തും. ഇപ്പോൾ കർണാടകയിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, ജയലളിതയൊക്കെ ഫ്രീ ബീസുകൾ കൊടുക്കുമ്പോൾ അതിനെ ഏറ്റവും വിമർശിച്ചിരുന്ന പാർട്ടി അത് CPM ആണ്. പക്ഷേ CPMന് ഇപ്പോൾ അധികാരത്തിൽ വരാൻ ഈ ഫ്രീ ബീസുകൾ കൊടുത്തല്ലാതെ, അതായത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, സൗജന്യ പ്രഖ്യാപനങ്ങൾ കൊടുത്തല്ലാതെ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ CPI ഉയർത്തിവിട്ട വലിയ പ്രതിസന്ധിയുണ്ട്. അവരുടെ മുന്നണി തന്നെ ശിഥിലമാകുന്ന രീതിയിലേക്ക് എത്തി നിന്നപ്പോൾ അതിനെ കവച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ പ്രഖ്യാപനം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്നൊരു വാക്കുണ്ടല്ലോ, പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് ചാവുന്നോടം വരെയുള്ളൂ. അതായത് പാമ്പ് ചത്ത വാർത്ത മാറണമെങ്കിൽ പരുന്തിനെ തല്ലിക്കൊല്ലണം. ആ തല്ലിക്കൊല്ലലാണ് ഇന്നലെ പിണറായി വിജയൻ നടത്തിയത്. അതായത് വളരെ പെട്ടെന്ന്, എത്ര പെട്ടെന്നാണ് വിഷയം ഷിഫ്റ്റ് ചെയ്തത്. അതായത് PM ശ്രീ അടക്കം CP അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് വിഷയത്തെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ പിണറായി വിജയന് ഫോർ എ മൊമെൻറ്റ് എങ്കിലും ഇന്നലത്തെ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ ജനം അത്ര പൊട്ടന്മാരല്ല. അവരുടെ കയ്യിൽ വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭ്യമാണ്. നോക്കൂ, എൻ്റെ കയ്യിലുള്ളത് ദേശാഭിമാനി പത്രത്തിൻ്റെ 2021 എഡിഷനാണ്. ഈ പത്രത്തിൻ്റെ എഡിഷനിൽ അവർ വളരെ കൃത്യമായി പറയുന്ന ഒന്നാമത് 2021 അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള വീട്ടമ്മമാർക്കും പെൻഷൻ, അതായത് ഇന്നലെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 1000 രൂപ വീതം കൊടുക്കും. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും, പ്രതിവർഷം 100 രൂപ വർദ്ധിപ്പിക്കും, 40 ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കും, 2 ലക്ഷം കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ നൽകും. ഇതൊക്കെ ആർക്കാണ് കിട്ടിയത് എന്നതൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ചത് എന്താണ്? വീട്ടമ്മമാർക്കും പെൻഷൻ എന്നുള്ളതാണ് 1000 രൂപ. 1000 രൂപ 2021 പ്രഖ്യാപിച്ച് കിട്ടിയവർക്ക് ഇനിയും കിട്ടുമോ? കിട്ടിയവരുണ്ടെങ്കിൽ അവർക്ക് ഇനിയും കിട്ടും. ആകപ്പാടെ പെൻഷൻ കിട്ടിയത്, മാസപ്പടിയായി കിട്ടിയത് വീണ വിജയന് മാത്രമാണ്. വേറെ ആർക്കും ഈ സർക്കാരിനെ കൊണ്ടൊരു വേറൊരു വീട്ടമ്മയ്ക്കും പെൻഷൻ കിട്ടിയിട്ടില്ല. ആകെ ഇതുവരെ വീട്ടമ്മയ്ക്ക് പെൻഷൻ കിട്ടിയത്, കൃത്യമായി മാസപ്പടിയായി കിട്ടിയത് വീണ വിജയന് മാത്രമാണ്. വേറെ ആർക്കും അത് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതാർക്കാണ് ഇവർ കൊടുത്തത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അത് ഇനിയും കൊടുക്കുമോ എന്നുള്ളത് ആ കൊടുത്തവർക്ക്. 2, യുവാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് എന്നാണ് കേട്ടത്. യുവാക്കൾക്ക് ഉദ്ധരിച്ച വകയിൽ 2 ലക്ഷം കമ്പ്യൂട്ടറുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കിട്ടിയവർക്ക് ഇനിയും കിട്ടുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. നോക്കൂ, ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നുള്ളത് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് അവരുടെ പ്രകടന പത്രികയിലെ 52ാമത്തെ പേജിൻ്റെ 3ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞ കാര്യമാണ്. അവിടെ അവർ പറഞ്ഞത് ഓരോ വർഷവും 100 രൂപ വീതം വർദ്ധിപ്പിച്ചു 2500 ആക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം കൊടുക്കേണ്ട പെൻഷൻ 2400 രൂപയാണ് കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടത്. ഇനി അടുത്ത വർഷം ആദ്യം 2500 ആക്കി കൊടുക്കണം. അപ്പോൾ 2400 കൊടുക്കേണ്ടിയിരുന്നവർ കൊടുക്കാതിരുന്നിട്ട് 2000 ആക്കി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? നോക്കൂ, ഇപ്പോൾ നാളെ ഹർഷയ്ക്ക് ഇവിടെ നിന്ന് സാലറി കിട്ടുന്നില്ല എന്നിരിക്കട്ടെ, ഒരു 6 മാസത്തെ സാലറി തന്നില്ല. അപ്പോൾ ഹർഷയ്ക്ക് കിട്ടേണ്ട ഒരു 50,000 രൂപയാണ് എന്നിരിക്കട്ടെ, 6 മാസത്തെ സാലറി. അപ്പോൾ ഈ 50,000 രൂപ തരാതിരുന്ന നിങ്ങളുടെ മാനേജ്മെൻറ്റ് നാളെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ഹർഷയ്ക്ക് 40,000 രൂപ സാലറി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിനെ അഭിനന്ദിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കാര്യം ഹർഷയ്ക്ക് കിട്ടേണ്ട ഔട്ട്സ്റ്റാൻഡിങ് മണിയാണത്, അത് കിട്ടിയിട്ടില്ല. ഇനി ഇവർ കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്, ഇവർ കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശികയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക ഉണ്ടായത് എങ്ങനെയാണ്? കേന്ദ്രം നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ബഡ്ജറ്റിൽ. അപ്പോൾ ഉടനെ സംസ്ഥാനം എന്ത് ചെയ്തു? സംസ്ഥാനം കൊടുത്തുകൊണ്ടിരുന്ന താങ്ങുവില കുറച്ചു. സംസ്ഥാനം കൊടുത്തുകൊണ്ടിരുന്ന താങ്ങുവില കുറച്ചപ്പോൾ കേന്ദ്രം കൂട്ടിയതിൻ്റെ ഗുണം ആർക്ക് കിട്ടിയില്ല? ഈ പറയുന്ന നെല്ല് കർഷകർക്ക് കിട്ടിയില്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം 100 രൂപ വർദ്ധിപ്പിച്ചു എന്നിരിക്കട്ടെ കേന്ദ്രം, നെല്ലിൻ്റെ താങ്ങുവില ഞങ്ങൾ 100 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു, അതല്ല എമൗണ്ട്. പക്ഷേ അപ്പോൾ എന്ത് ചെയ്തു? സംസ്ഥാനം അതിൻ്റെ തൊട്ടടുത്തുള്ള ബഡ്ജറ്റിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന 100-ൽ നിന്ന് 50 കുറച്ചു
എന്ന് പറഞ്ഞു. ആ 50 ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അതായത് നെല്ല് കർഷകർക്ക് കഴിഞ്ഞ ബഡ്ജറ്റ് ടു ഈ ദിവസം വരെ കിട്ടേണ്ടിയിരുന്ന പൈസ പിടിച്ചു വെച്ചത് നാളെ തൊട്ട് ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് വർധനവല്ല, ന്യൂട്രലൈസിംഗ് ആണ്. അതെ, പക്ഷേ ഈ ഒരു വാഗ്ദാനങ്ങൾക്ക് വരുമ്പോൾ നേരത്തെ തന്നെ വക്കീൽ പറഞ്ഞിരുന്നു 2021 ഈ വാഗ്ദാനങ്ങളൊക്കെ വന്നിരുന്ന പത്രം ദേശാഭിമാനി പത്രത്തിന്റെ ക്ലിപ്പിംഗും കാണിച്ചു തന്നിരുന്നു. ആ ഒരു സമയത്ത് 2021 പറഞ്ഞ അതേ വാഗ്ദാനങ്ങൾ തന്നെ 2025 26 ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ 25 വീണ്ടും പറയുമ്പോൾ ജനങ്ങൾ പൊട്ടന്മാരാണോ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനെന്ന് ജനങ്ങൾ അറിയാതെ പോലും ചോദിച്ചു പോവുകയല്ലേ? തീർച്ചയായും അതിൻ്റെ ഒരു തവണ കേരള ജനത പൊട്ടക്കുഴിയിൽ വീണിരുന്നു എന്ന സത്യമാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് കോവിഡ് പോലെ ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു മഹാമാരി വരുന്നു. ആ സമയത്ത് PR എക്സസൈസിൻ്റെ തള്ളിക്കയറ്റം കൊണ്ട് ടീച്ചറമ്മയാണ് ഇതിനെ മുഴുവൻ പിടിച്ചു നിർത്തുന്നതെന്നും വലിയ പാണ്ടിലോറി ഇറക്കത്തിൽ ഇറങ്ങി വരുമ്പോൾ അതിനെ ഇങ്ങനെ തള്ളിപ്പിടിച്ച് നിർത്തുന്ന ആളാണ് ടീച്ചറമ്മ എന്ന കണക്കിന് ഒരു പ്രചരണം ഉണ്ടായി. ഇപ്പം CPM പറയും ടീച്ചറമ്മ എന്ന് വിളിച്ച് അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ടീച്ചറമ്മ എന്ന PR വേർഡ് ഇട്ട് കൊടുത്ത ഞങ്ങളല്ല, അവരാണ്. എന്നിട്ട് അവരെ ടീച്ചർ അമ്മയാക്കി മാറ്റി. പക്ഷേ അതിനുശേഷം ആ ഇലക്ഷനിൽ ജനം അത് വിശ്വസിച്ചു, CPM വോട്ട് ചെയ്തു. കോവിഡിനെ പ്രതിരോധിച്ചത് ഇവരാണ്, കിറ്റടക്കമുള്ള കൊടുത്തുകൊണ്ട്. അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ സർക്കാർ, രണ്ടാം സർക്കാർ വരുന്നതിൽ. അതിലൊന്നും നമ്മൾ എതിര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ആ സർക്കാർ അധികാരത്തിൽ വന്ന് 2 വർഷം കഴിയുമ്പോൾ നമ്മൾ കണ്ടു PP കിറ്റിൽ 1500 കോടിയുടെ അഴിമതി, മാസ്ക് മേടിച്ചതിൽ അഴിമതി, ഈ പാരസിറ്റാമോൾ മേടിക്കുന്നതിൽ വരെ കമ്മീഷൻ മേടിച്ചവരാണിവർ. 1 രൂപയുടെ പാരസിറ്റാമോളിൽ 50 പൈസ കമ്മീഷൻ അടിക്കാൻ നോക്കിയവരാണ് കോവിഡിൻ്റെ സമയത്ത് ഈ സർക്കാർ എന്നത് ജനം മനസ്സിലാക്കി. നോക്കൂ, ഇന്നലെ പറഞ്ഞിരുന്ന ഒരു പ്രഖ്യാപനം, ഇപ്പോൾ ആശുപത്രി കേസ് പറഞ്ഞുകൊണ്ടാണ്, ഇന്നലെ പറഞ്ഞൊരു പ്രഖ്യാപനം മരുന്ന് വിതരണക്കാർക്ക് പൈസ കൊടുക്കും. മരുന്ന് വിതരണക്കാർക്ക് അടുത്ത മാസത്തേക്ക് വിതരണം ചെയ്യാനുള്ള പൈസ ഇന്നേ കൊടുക്കുന്നതെന്നല്ല, അവർ 1.5 വർഷം മുമ്പ് വിതരണം ചെയ്ത മരുന്നിൻ്റെ പൈസ ഇപ്പോൾ കൊടുത്തു തീർക്കുമെന്നാണ് പറയുന്നത്. അതായത് കുടിശ്ശിക വരുത്തിയിട്ട് അത് തീർക്കുന്നതിനെ എന്തോ വലിയ കാര്യമായി അവതരിപ്പിക്കുകയാണ്. അത് ശരിയല്ല. അപ്പോൾ ആ ഒരു പൊട്ടക്കുഴിയിലേക്ക് ഇനിയും കേരളത്തിൻ്റെ ജനം പോയി വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ മനസ്സിലാക്കിയല്ലോ കോവിഡ് ഇവർക്ക് അഴിമതിക്കുള്ള അവസരമായിരുന്നു എന്നും മറ്റുമൊക്കെ. ഇനി ഒരു കാര്യം കൂടി, ദേശാഭിമാനിയുടെ കാര്യം അങ്ങ് പറഞ്ഞതുകൊണ്ടാണ്. ദേശാഭിമാനി പത്രം 2021 ഞാൻ കാണിച്ചത്. 2016 ഒന്നാം പിണറായി ഗവൺമെൻറ് വരുമ്പോൾ ആ പത്രത്തിൻ്റെ ഒരു ഹെഡിങ് ഉണ്ട്. അതായത് പിണറായി വിജയൻ കൈ ഉയർത്തി നിൽക്കുന്ന ഫോട്ടോ, അതിൻ്റെ മുകളിൽ 5 വർഷത്തേക്ക് ഇനി വിലക്കയറ്റമില്ല എന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക അക്ഷരത്തിലാണ് പത്രം അടിച്ചത്. അന്ന് ആ പത്രത്തിൻ്റെ വില 5 രൂപ 50 പൈസയാണ്. ഈ ദേശാഭിമാനി ആരാണ് വായിക്കുന്നതെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. നിർബന്ധിച്ചും പേടിപ്പിച്ചും ഒക്കെ മാത്രം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഒരു പത്രമാണ്. അത് വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്ത ഒരു പത്രം. ആ പത്രത്തിൻ്റെ വില ഇന്ന് 7 രൂപ 80 പൈസയാണ്. നോക്കൂ, ആർക്കും വേണ്ടാത്ത പത്രം, ആ പത്രത്തിൻ്റെ വില ഉയർന്നു പിണറായി വിജയൻ്റെ കാലത്ത്. അതായത് ടോയ്ലറ്റ് നാപ്കിൻ്റെ വില മാത്രം ബാക്കിയുള്ളവർ കൊടുക്കുന്ന ആ പത്രത്തിൻ്റെ വില പോലും ഉയർന്നൊരു കാലഘട്ടമാണ് പിണറായി വിജയൻ്റെ കാലത്തിൽ ഈ ഭരണം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജനം ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ അനുദിന ജീവിതത്തെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധികൾ ഈ സംസ്ഥാനത്തുണ്ട്. അത് ജനം മനസ്സിലാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ PM ശ്രീ പദ്ധതി വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, അല്ലെങ്കിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPMന്റെ തല കുനിച്ചു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ തല കുനിച്ചു എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാഗ്ദാനങ്ങളുമായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പിണറായി വിജയൻ വീണ്ടും തല ഉയർത്തി നിൽക്കുന്ന പടവുമായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പല CPM മന്ത്രിമാരും രംഗത്ത് വരുന്നുണ്ട്. ജനങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സംതൃപ്തി, ജനങ്ങൾ സംതൃപ്തരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ് പല നേതാക്കന്മാരും പല മന്ത്രിമാരും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുദ്ദേശിക്കുന്ന ജനങ്ങളുടെ സംതൃപ്തി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്നു വരുന്നത്. കാരണം ഈ പറയുന്ന വാർത്തകളെല്ലാം ഇതിനു മുൻപും ജനങ്ങൾ കേട്ടിട്ടുണ്ട്. കേട്ട് പഴകിയ വാർത്തകൾ, പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ഓക്കെ അവരങ്ങനെ പറയുന്നവർ പറയട്ടെ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ജനങ്ങൾ മാറുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളുടെ സംതൃപ്തി കണ്ട് ഇവർ സന്തോഷിക്കുന്നത്. തീർച്ചയായും നോക്കൂ, ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ വലിയ ഫോട്ടോകൾ, ചിത്രങ്ങൾ, ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് പിണറായി വിജയൻ ചിരിക്കുന്ന ഫോട്ടോ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. പക്ഷെ ഇന്നലെ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചിരിക്കുന്നത്, പൊട്ടിച്ചിരിക്കുന്നത്, പുഞ്ചിരിക്കുന്നത്, സ്മൈൽ ചെയ്യുന്നത്, നറുപുഞ്ചിരി കാണിക്കുന്നത്, വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ വെളിയിൽ വരികയാണ്. അപ്പോൾ അവരുടെ PR പണി തുടങ്ങിക്കഴിഞ്ഞു. ആ പണി 2 ദിവസം മുമ്പേ തുടങ്ങിയതാണ്. ഫോട്ടോകൾ എടുക്കുന്നു, അത് ഓടിക്കാൻ നോക്കൂ. പൈസ കിട്ടിയാൽ വാർത്താ ചാനലുകൾ വാർത്ത ചെയ്യും, പക്ഷേ പൈസ കിട്ടിയാൽ ജനം വോട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വാർത്ത വരുമായിരിക്കും, വലിയ ഫ്ലെക്സ് ഫോട്ടോ വരുമായിരിക്കും, ഒക്കെ വരും. ജനത്തിന് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്, വിലക്കയറ്റമടക്കം. ആ വിഷയങ്ങളിൽ എന്താണ് സർക്കാരിൻ്റെ നിലപാട്? 85 രൂപയ്ക്ക് കോഴി കൊടുക്കുമെന്ന് പറഞ്ഞ തോമസ് ഐസക്കിൻ്റെ ഏത് കടയിലാണ് ഇന്ന് 85 രൂപയ്ക്ക് കോഴി കിട്ടുന്നത്? 1/2 കിലോ കോഴി കിട്ടും 85 രൂപയ്ക്ക്, 160 രൂപ അടുത്തായി. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഈ സംസ്ഥാനത്തുണ്ട്. അത് ജനം മനസ്സിലാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.